എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കേപ്പാ ഒരു കാര്യം ചെയ്താൽ പോർക്കും കൂർക്കും വെച്ചാൽ ചോദിച്ചു. സിമ്പിൾ ആയിട്ട് പോർക്കും കൂർക്കും എങ്ങനെ വെക്കാന്ന് ഞങ്ങൾ കാണിച്ചു തരാട്ടാ. പോർക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്തൊക്കെ ഇട്ടെന്നറിയോ? അതിലേക്ക് കുരുമുളക് പൊടി, മിളക് പൊടി, മഞ്ഞപ്പൊടി, അതേപോലെ ഗരം മസാല, മീറ്റ് മസാല ഒക്കെ നമ്മൾ നിലവിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് പറഞ്ഞാൽ കൂർക്കയിൽ നമ്മൾ നോക്കിയാൽ മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പും ഇട്ടുണ്ട്. ആ ചെറിയൊരു കറി ഉണ്ടാവില്ല, അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാട്ടാ. പിന്നെ അതേപോലെ ഒരു 3 സബോള, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ പോർക്കിൽ ഇട്ടുണ്ട്. അതുപോലെ പിന്നീട് എന്ന് പറഞ്ഞാൽ 2 തക്കാളി ഇട്ടാ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യം ഈ പോർക്ക് നമ്മൾ എന്ത് ചെയ്യണു, കുക്കറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാട്ടോ. അങ്ങനെ പോർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇത്ര കരുവേപ്പില ഇങ്ങനെ ഒന്ന് വെറുതെ ഇടുന്നു. അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയില് ചെറുള്ളിയും അതേപോലെ ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ കുക്കറിലേക്ക് നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നീട് കുക്കർ അടയ്ക്കലാണ്ടാ. അപ്പൊ അങ്ങനെ 2 വിസിലടിച്ചു. അപ്പൊ നമുക്ക് കുക്കർ തുറന്ന് നമുക്ക് കൂർക്കിടാട്ടാ. കൂർക്കിടുന്നേക്കാൾ മുന്നേ നമ്മൾ പോർക്ക് ടേസ്റ്റ് നോക്കണ പരിപാടി ഉണ്ട്. അത് കണ്ടാലാ നല്ല ചൂടാ. ഒരു സംഭവം ഇനിയിപ്പൊ കറി വെക്കാനായിട്ട് കൂർക്കിടാനായിട്ട് ഉണ്ടാവും. അപ്പൊ അധികം സമയങ്ങളായിട്ട് നമുക്ക് വേഗം കൂർക്കിടാം. അല്ലാന്നുണ്ടെങ്കിൽ പോർക്ക് ചിലപ്പോ അളവ് കുറയും. ഇനിയിപ്പോ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 2 വിസിൽ കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം അടിപൊളിയാവട്ടാ. ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മൾ കുക്കർ ഇങ്ങനെ അടച്ചിട്ടുണ്ടല്ലോ, വീണ്ടും കത്തിച്ച് 2 വിസില്. അപ്പൊ അങ്ങനെ പോർക്കും കൂർക്കും അവിടെ റെഡി ആയിട്ട് നമുക്ക് അപ്പൊ അടുത്ത കാര്യങ്ങൾ നോക്കാട്ടോ. ലേശം വെളിച്ചെണ്ണ ചീനച്ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇടാം. അപ്പൊ സവാള പെട്ടെന്നാവാനായിട്ട് എല്ലാവർക്കും അറിയാലോ, ഇത് ഇങ്ങനെ ഇടണം. നമുക്ക് അപ്പൊ നമ്മുടെ സവാള അങ്ങനെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ലേശം മഞ്ഞപ്പൊടി ഇടുന്നു, ഒരു ലേശം മിളക് പൊടി ഇടുന്നു, ഒരു ലേശം മല്ലിപ്പൊടി ഇടുന്നു, ലേശം ഗരം മസാല ഇടുന്നു. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളി വാടി നിൽക്കണായിരിക്കും. ഒരു ലേശം കറിവേപ്പിലയും അതേപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇടാട്ടോ. എന്നിട്ട് നല്ലോണം കൊണ്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ മസാല റെഡി ആയിട്ട് നമുക്ക് അതിലേക്ക് പോർക്കും കൂർക്കും നമുക്ക് തട്ടാട്ടോ. അപ്പൊ അങ്ങനെ മസാല ഒക്കെ ഇതിൽ പിടിക്കാനായിട്ടേ കുറച്ച് നേരം ഇതിൽ ഇങ്ങനെ എടുക്കട്ടെ. അപ്പൊ നമ്മുടെ പോർക്കും കൂർക്കും ചോറും കൂടി ഒരു പിടുത്ത പിടിക്കാം. ഇതേപോലെയൊക്കെയുള്ള ഗ്യാപ്പിൽ എന്തിട്ടാ മേക്ക് ചെയ്യണ്ടെന്നുള്ളത് പ്രത്യേകം കമന്റ് അടിച്ചോളാം. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അത് ഉണ്ടാക്കാട്ടാ.